നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒരൊറ്റ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് പറയാൻ പോകുന്നത്. മിക്കതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള +1 ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രഷർ ബെൽറ്റ്സ് ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷറും അതുപോലെ പ്രഷർ ബെൽറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ കോസസ് ഗ്രേറ്റസ്റ്റ് ചേഞ്ച് ഇൻ ദ ക്ലൈമറ്റ് ആൻഡ് വെതർ? അതായത് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ കോൺസ്റ്റിറ്റ്യുവൻസിനകത്ത് അറ്റ്മോസ്ഫിയർ, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്, അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ആരാണ് ഒരുപാട് ചേഞ്ചസ് ക്ലൈമറ്റിലും വെതറിലും, അതായത് നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണക്കാരൻ? ഓപ്ഷൻ എ വാട്ടർ വേപ്പർ, ഓപ്ഷൻ ബി ഓസോൺ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഈ പറയുന്ന ആൾക്കാരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ വെതർ ചേഞ്ചിന് കാരണമായി തീരുന്ന ഒരു ആള്? ആരായിരിക്കും? ഓപ്ഷൻ എ ആണ്. വാട്ടർ വേപ്പർ ആണ് ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ചിനെയും അല്ലെങ്കിൽ ഒരു വെതർ ചേഞ്ചിനും ഒക്കെ കാരണമായി തീരുന്ന ആളാരാണ്? വാട്ടർ വേപ്പർ അല്ലെ? വാട്ടർ വേപ്പർ ആണ്. ഒന്നാമത്തെ ചോദ്യം പഠിച്ചല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോയി. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ എന്താ? വാട്ടർ വേപ്പർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ വെലോസിറ്റി ഓഫ് വിൻഡ് ഈസ് റിലേറ്റഡ് ടു. അതായത് വെലോസിറ്റി മീൻസ് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, സ്പീഡ് എന്ന് ഓർത്താൽ മതി കേട്ടോ. വെലോസിറ്റി ഓഫ് വിൻഡ്, കാറ്റിന്റെ വേഗതയെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുക? ഓപ്ഷൻ എ, ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദേ ബ്ലോ. ഏത് ഡയറക്ഷനിലാണോ കാറ്റടിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കാറ്റിന്റെ ഡയറക്ഷൻ. ഓപ്ഷൻ ബി, ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദെയർ ഫ്ലോ. അതിന്റെ പ്രഷർ ഗ്രേഡിയന്റ്, ഏത് ഫ്ലോയിലാണോ ഡയറക്ഷൻ പോകുന്നത് അതിന്റെ പ്രഷർ ഗ്രേഡിയന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് മോയിസ്ചർ ദേ ക്യാരി, എത്രത്തോളം ആ ഒരു മോയിസ്ചർ ആണോ ഈ ഒരു കാറ്റ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ സ്പീഡ്. ദ നിയർനെസ് ടു ദ സീ, എത്രത്തോളം കടലിന് അടുത്താണ് അതിനനുസരിച്ചായിരിക്കും സ്പീഡ്. ഏതാണ് ഇത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദെയർ ഫ്ലോ ആണ് ഒരു കാറ്റിന്റെ വെലോസിറ്റിയെ മാക്സിമം റിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഫാക്ടേഴ്സ് ആണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് പ്രഷർ ഗ്രേഡിയന്റ് ആണ്, ദ ഡയറക്ഷൻ ഓഫ് ദെയർ ഫ്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3, ആന്റി സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ആന്റി സൈക്ലോൺ എന്നതിന് പേര് വന്നത്? ആന്റി സൈക്ലോൺ, സൈക്ലോൺസ് എന്താണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ആന്റി സൈക്ലോൺ എന്ന് പേര് വന്നതെന്നാണ് ചോദിക്കുന്നത്. ദേ ആർ സിസ്റ്റം ഓഫ് ഡൈവേർജൻസ് ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് എയർ. They are system of divergence and outflow of air. They move in the direction opposite to that of the cyclones. Cyclonesന്റെ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റി സൈക്ലോൺസ് പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വിളിക്കുന്നത്. ദേ ആർ നോ പ്രഷർ ഗ്രേഡിയന്റ്, ഇതിന് പ്രഷർ ഗ്രേഡിയന്റ് ഇല്ല. ദേ ഡിസ്ട്രോയ് ദ സൈക്ലോണിക് കണ്ടീഷൻസ്. ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ? പേരിനകത്ത് തന്നെ ഉണ്ട് ആന്റി സൈക്ലോൺ, ആന്റി ക്ലോക്ക് വൈസ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ആന്റി സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈക്ലോൺസിന്റെ മൂവ്മെന്റിന് എഗനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റി സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ടു ദ ഡോൾഡ്രം ഈസ് കോൾഡ്. ഇതും നമ്മൾ പഠിച്ചതാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡിൽ നിന്നും ഡോൾഡ്രമിലേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താ അത്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി, ട്രേഡ് വിൻഡ് അല്ലെ, വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കും. 9ാം ക്ലാസ്സിലും പഠിക്കാനുണ്ട്, +1ലും പഠിക്കാനുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5, ഡോൾഡ്രം ഈസ് ആൻ ഏരിയ. അപ്പൊ നമ്മൾ ഡോൾഡ്രം എന്താണ്? ലോ ഹ്യൂമിഡിറ്റി ആണോ, ലോ റെയിൻഫാൾ ആണോ, ലോ ടെമ്പറേച്ചർ ആണോ, ലോ പ്രഷർ ആണോ? ഡോൾഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രഷർ കുറവ് എന്നാണ് അർത്ഥം അല്ലെ. ഡോൾഡ്രം മീൻസ് പ്രഷർ കുറവ്. ലോ പ്രഷർ ഏരിയയെ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രംസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6, എയർ പ്രഷർ ഡിക്രീസസ് വിത്ത്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എയർ പ്രഷർ കുറയും ആരുടെ കൂടെ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും ആൻസർ? ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് അല്ല, ഉയരം കൂടിയാൽ എയർ പ്രഷർ കുറയും. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്? ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് എയർ വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ. ഇത് 9ാം ക്ലാസ്സിലും പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ 6 ഓപ്ഷൻ ബി ആണ്. അടുത്തത് 7ാമത് ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി എയർ ടെമ്പറേച്ചർ ആൻഡ് എയർ പ്രഷർ ഓൺ വേരിയസ് റീജിയൻ ഓൺ എർത്ത്. അതായത് ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനെ പറ്റിയിട്ടാണ്? എയർ ടെമ്പറേച്ചറും എയർ പ്രഷറും.
പല റീജിയൻ എർത്തിന്റെ. എയർ പ്രഷർ ഈസ് ലോ ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ ആൻഡ് ഇറ്റ് ഈസ് ഹയർ ഇൻ പോളാർ റീജിയൻ. നമ്മുടെ എയർ പ്രഷർ ഇക്വേറ്ററിൽ കുറവും പോളാർ റീജിയനിൽ കൂടുതലുമായിരിക്കും. ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എയർ പ്രഷർ ആൻഡ് എയർ ടെമ്പറേച്ചർ. ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/T എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രഷർ കൂടിയാൽ ടെമ്പറേച്ചർ കുറയും. അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് റിലേഷൻഷിപ്പും ഇൻവേഴ്സും. ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എയർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയാൽ എയർ ടെമ്പറേച്ചർ കൂടിയാൽ എയർ പ്രഷർ കുറയും. അങ്ങനെയാണോ? ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. ലോ പ്രഷർ ഈസ് ഇക്വറ്റോറിയൽ റീജിയൻ, അതായത് low air pressure in equatorial region is due to the fact that hot air ascend there with a gradual decrease in temperature causing thinness on air on the surface. അതായത് ഇക്വറ്റോറിയൽ റീജിയനിൽ ലോ പ്രഷർ ഉണ്ടാവാനായിട്ട് കാരണം ഹോട്ട് എയർ അസെൻഡ് ദെയറിനെ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ കോസിങ് തിന്നസ് ഓഫ് ദി എയർ ഓൺ ദ സർഫസ്. അതായത് ടെമ്പറേച്ചർ കൂടിയിട്ട് അവിടുത്തെ എയറിന്റെ തിന്നസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയനിൽ, അതായത് ടെമ്പറേച്ചർ അവിടെ കൂടുതലായതുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയനിൽ ലോ പ്രഷർ ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. 3 സ്റ്റേറ്റ്മെന്റിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഏതായിരിക്കും? ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, 3 ഒന്ന് നോക്കാം. എളുപ്പം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 1ഉം 3യും ഇവിടെ കറക്റ്റ് ആണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അതായത് എയർ പ്രഷർ ഇക്വറ്റോറിയൽ റീജിയനിൽ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേനകത്തും ലോ എയർ പ്രഷർ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 1 ശരിയാണെങ്കിൽ 3ഉം ശരിയായിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 8ാമത്തെ ചോദ്യം. എർത്ത് റൊട്ടേഷൻ ജനറേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോഴ്സ്? അതായത് നമ്മൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യില്ലേ, അവിടെ ഏത് ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗൽ ആണോ, സെൻട്രിപെറ്റൽ ആണോ, കൈനറ്റിക് ആണോ, സ്റ്റാറ്റിക് ആണോ? എന്താ? ഓപ്ഷൻ എ ആണ്, സെൻട്രിഫ്യൂഗൽ ആണ്. നമ്മൾ സെൻട്രിഫ്യൂഗൽ ഒക്കെ പഠിച്ചിട്ടില്ലേ സയൻസ് ക്ലാസ്സിലൊക്കെ? എന്താ ഇത്? ഇങ്ങനെ കറങ്ങി 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 അവശിപ്തം ഒക്കെ ഉണ്ടാവുന്ന കാര്യം. അപ്പം എർത്തിന്റെ റൊട്ടേഷൻ ഏത് ഫോഴ്സ് ആണ് ഉണ്ടാക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 8 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 8 നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാ ചോദ്യങ്ങളും നമ്മൾ +1 ജോഗ്രഫിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ ജോഗ്രഫി ആ +1 ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.